നമസ്തേ. ഹാരി ഹാർലോസ് ക്ലാസിക് മങ്കി സ്റ്റഡിയെക്കുറിച്ച് പലരും കേട്ടിട്ടുണ്ടാവും. അമേരിക്കൻ സൈക്കോളജിസ്റ്റ് ഹാർലോ 1950കളിൽ നടത്തിയ ഒരു പരീക്ഷണത്തിന്റെ കഥയാണ്. അമ്മയും കുഞ്ഞും തമ്മിലുള്ള ശൈശവകാല ബന്ധത്തിന്റെ രസതന്ത്രവും സാങ്കത്യവുമാണ് ഇതിൽ വിശദീകരിക്കുക. ജനിച്ച് മണിക്കൂറുകൾക്കകം പെറ്റമ്മമാരിൽ നിന്ന് അകറ്റിയെടുത്ത കുട്ടിക്കുരങ്ങന്മാരിലാണ് പരീക്ഷണം. 2 മനുഷ്യനിർമ്മിത ഡമ്മി മമ്മിമാരുടെ സംരക്ഷണയിലേക്കാണ് അവരെ മാറ്റുക. ഒരു വളർത്തമ്മയെ ഉണ്ടാക്കിയിരിക്കുന്നത് വയർമെഷ് കൊണ്ടാണ്. അതിൽ നിന്നും കുട്ടിക്കുരങ്ങന്മാർക്ക് പാൽ വലിച്ചു കുടിക്കാനുള്ള ഒരു പാൽക്കുപ്പിയും നിപ്പിളും വെച്ചിട്ടുണ്ട്. 2ാമത്തെ വളർത്തമ്മ തടിയിൽ പണിത് ടർക്കി ടവൽ പൊതിഞ്ഞ് ഒരു കുരങ്ങ് മുഖത്തോടുകൂടിയതാണ്. കുട്ടിക്കുരങ്ങന്മാർ അവരെ ഫീഡ് ചെയ്യുന്ന സറോഗേറ്റീവ് മദറിന്റെ അടുത്ത് കൂടുതൽ സമയം ചെലവഴിക്കുമെന്നാണ് ഹാർലോ കരുതിയത്. എന്നാൽ അയാളെ അതിശയിപ്പിച്ചുകൊണ്ട് ദ ഇൻഫന്റ് മങ്കീസ് ഷോഡ് എ റിമാർക്കബിൾ പ്രിഫറൻസ് ഫോർ ദ ടെറി ക്ലോത്ത് മദർ സ്പെൻഡിംഗ് മോസ്റ്റ് ഓഫ് ദ ടൈം വിത്ത് ഹർ. പിന്നെ 2 അമ്മമാരെയും അടുത്തടുത്ത് വെച്ചപ്പോഴാകട്ടെ തുണിയിൽ പൊതിഞ്ഞ അമ്മയിൽ ചവിട്ടി നിന്നുകൊണ്ടാണ് കുട്ടിക്കുരങ്ങന്മാർ വയർമെഷ് അമ്മയിൽ നിന്നും പാൽ കുടിച്ചത്. ശാരീരിക ആവശ്യങ്ങളോടുള്ള കേവല പ്രതികരണമല്ല ശിശുക്കളുടെ സ്നേഹപ്രകടനത്തിന്റെ കാരണം എന്ന് ഇത് വ്യക്തമാക്കുന്നു. തുടർന്ന് ഹാർലോ തന്റെ പരീക്ഷണം കുറെ കൂടി പരിഷ്കരിച്ചു. കുട്ടിക്കുരങ്ങന്മാരുടെ അടുത്തേക്ക് ചില അപരിചിത കളിപ്പാട്ടങ്ങൾ നിർത്തി. വേറിട്ട ശബ്ദങ്ങൾ കേട്ട് ഭയന്ന അവ ആദ്യം ഓടി ചേക്കേറിയത് പാൽ നൽകുന്ന വയർമെഷിലേക്കല്ല, പിന്നെയോ അവർ അള്ളിപ്പിടിച്ചിരുന്നത് ടെറി ക്ലോത്ത് ഡമ്മി മദറിലേക്കാണ്. അതിലുരുമ്മി ഉരുമ്മി അവർ സ്വയം ശാന്തരായി. എന്നിട്ട് മെല്ലെ തിരിഞ്ഞ് പുതിയ കളിപ്പാട്ടങ്ങളോട് ക്രിയാത്മകമായി പ്രതികരിച്ചു. അവയുമായി കളിച്ചു തുടങ്ങി. പ്ലേയിങ് ഇസ് ദ മമ്മേലിയൻ വേ ഓഫ് ലേണിംഗ് സോഷ്യൽ ബിഹേവിയർ എന്ന തത്വത്തെ ശരിവെച്ചുകൊണ്ട് സസ്തന ജീവികളുടെ സാമൂഹിക ബന്ധത്തിന്റെ അടിസ്ഥാന ധാരയെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് തന്നെ. എന്നാൽ പിന്നെ വയർമെഷ് അമ്മമാരെ മാത്രം മുറിയിൽ വെച്ചുകൊണ്ട് ഇത്തരം അപരിചിത വസ്തുക്കളെ കാട്ടിയപ്പോൾ വാനരക്കുഞ്ഞുങ്ങൾ പ്രതികരിച്ചത് മാനസിക വിഭ്രാന്തിയുടെ വന്യഭാവങ്ങളോടെയാണ്. ശരിക്കും ഒരു ഇമോഷണൽ ബോണ്ടേജിന്റെ കഥ പറയുന്നുണ്ട് ഈ പരീക്ഷണം. ട്രൂലി ദിസ് awesome power of attachment and loss over mental health and illness could hardly have been performed more dramatically. നമ്മുടെ കാലം നേരിടുന്ന സ്നേഹരാഹിത്യത്തിന്റെ ചില കാരണങ്ങൾ ഇതിലുണ്ട് സഖാവേ. ആവശ്യത്തിലധികം നാം നമ്മുടെ കുഞ്ഞുങ്ങൾക്കായി കരുതാൻ നെട്ടോട്ടമോടുന്നുണ്ടാവും. ഒരുപക്ഷെ അവർക്ക് ഏറ്റവും ആവശ്യമായിരിക്കുന്നത് നമ്മുടെ സാമീപ്യമാണെന്ന സത്യം മറന്നുപോയി. അധികം പറഞ്ഞാൽ സങ്കടം വരുന്ന കാര്യങ്ങളാണിതൊക്കെ. അതുകൊണ്ട് നിർത്തട്ടെ. എല്ലാ അമ്മമാർക്കും ഒരു വട്ടം കൂടി ഹൃദയപ്രണാമം. പാത്തുമ്മയുടെ ആടിൽ ബഷീറിന്റെ ഒരു അന്തം വിടലുണ്ട്. ലോകം മുഴുവൻ സഞ്ചരിച്ചിട്ട് വന്ന് വീടിന്റെ പടിഞ്ഞാറെ കോലയിൽ കിടന്നുകൊണ്ടാണ് ബഷീറൊക്കെ പറയുക, ഈ സ്ത്രീകൾ എന്തൊരത്ഭുത ജീവികളാണ്. ആദരവോടെ സഖേർ.